ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രതിലിപിയിലെ തന്നെ സബ്സ്ക്രിപ്ഷൻ അഥവാ പ്രീമിയം എടുക്കുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ മുകളിലായിട്ട് ഗോൾഡ് കളർ ഡയമണ്ട് ഷേപ്പിൽ കാണുന്ന ആ ഒരു ഓപ്ഷൻ, അവിടെ ഏതാണ്ട് പ്രീമിയം പുതുക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് കാണുന്നുണ്ട്. ഞാൻ ഓൾറെഡി എടുത്തിട്ടുള്ളത് കൊണ്ടാണ് പ്രീമിയം പുതുക്കുക എന്നുള്ളത് ഇത് കാണുന്നത്. അപ്പൊ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഈ കൂപ്പൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ 51% ഇളവെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓപ്ഷൻസ് വരും. അത് ഓരോ ഓഫറുകളാണ്. ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസത്തേക്ക് 150 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോഴത്തേക്ക് ആവുന്നത്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു കൂപ്പൺ ഓപ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 99 രൂപയ്ക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പറ്റും. അപ്പം ഒരു മാസത്തെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പം 99 രൂപയ്ക്ക് എനിക്ക് ഈ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പറ്റും. അപ്പം നെക്സ്റ്റ് മന്ത് മുതൽ എനിക്ക് ഈ ഒരു മാസം ഞാൻ എടുക്കുന്ന ഇപ്പം മാത്രമാണ് എനിക്ക് 99 രൂപയ്ക്ക് കിട്ടുന്നത്. അപ്പം എടുക്കുന്നവർ ശ്രദ്ധിക്കുക, 99 രൂപയ്ക്ക് ഇപ്പോഴാണ് എനിക്കിത് കിട്ടുന്നത്. ഇത് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോ പേ സെറ്റ് ആവും. അപ്പോൾ നെക്സ്റ്റ് മന്ത് മുതൽ എൻ്റെ അക്കൗണ്ടിൽ നിന്നും 150 രൂപയായിരിക്കും സബ്സ്ക്രിപ്ഷൻ ആയിട്ട് പിടിക്കുന്നത്. അപ്പം അത് അങ്ങനെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. സോ അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല, ഒരു മാസത്തേക്ക് വേണ്ടി മാത്രം ഒരു സ്റ്റോറി, ഒരു പർട്ടിക്കുലർ സ്റ്റോറിയോ എന്തെങ്കിലും വായിക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് നമുക്കത് കഴിയുമ്പോൾ തന്നെ ഇപ്പം ഒരു 2 ഡേയ്സിലോ അല്ലെങ്കിൽ ഒരു 1 വീക്ക് 2 വീക്ക് കഴിയുമ്പം നമ്മൾ ആ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഇനി വായിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് സബ്സ്ക്രിപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ എന്റെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു പേജിൽ വരും. ഇപ്പൊ നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു പേജിൽ തന്നെ നമുക്ക് ഇവിടെ കാണാൻ, ഈ ഒരു പേജിൽ എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ സബ്സ്ക്രിപ്ഷന്റെ കാലാവധി എപ്പോൾ കഴിയും എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അവിടെ തന്നെ നമുക്കത് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻസും വരും. അപ്പം മറ്റൊരു വീഡിയോയിൽ ഞാൻ ആ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതിനെ പറ്റിയിട്ടായാലും ക്യാൻസൽ ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം ആ ഒരു പേജിലാണ് നമുക്ക് സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളതിപ്പോൾ ക്യാൻസൽ ചെയ്താൽ പോലും നമ്മൾ ഒരു മാസത്തേക്ക് എടുത്തിരിക്കുന്ന ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും. ആ ഒരു കാലാവധി കഴിയുന്നത് വരെയും നമുക്ക് സ്റ്റോറീസ് അൺലിമിറ്റഡ് ആയിട്ട് വായിക്കാൻ പറ്റും. എത്ര സ്റ്റോറീസ് ഉണ്ടെങ്കിലും വായിക്കാം. അപ്പം പക്ഷേ നമ്മൾ അതുപോലെ തന്നെ 6 മാസത്തെ സബ്സ്ക്രിപ്ഷൻ 750, 12 മാസത്തേക്കാണെങ്കിൽ 1500, അങ്ങനെ 3 ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇതിപ്പോ തന്നെ നമ്മൾ ഈ കൂപ്പണിന്റെ ആ ഒരു ബെനിഫിറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇപ്പം 6 മാസത്തേക്ക് നമ്മൾ എടുക്കുന്നതിന് 750 എന്നായിരുന്നു നമ്മൾ കണ്ടത്. അതിപ്പോൾ ആ ഒരു കൂപ്പൺ വെച്ചിട്ട് ആ ഒരു ഓഫർ നമുക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ 499 രൂപയ്ക്ക് നമുക്ക് 6 മാസത്തെ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 1500 രൂപയാണ് 12 മാസത്തേക്ക്. അവിടെയും നമ്മൾ ഈ കൂപ്പണിന്റെ ആ ഒരു ബെനിഫിറ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 999 രൂപയ്ക്ക് 12 മാസത്തേക്ക് നമുക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ സാധിക്കും. ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ്. ടോപ്പ് രചനകൾ, അതായത് നമുക്ക് ടോപ്പ് ആയിട്ടുള്ള ഏത് രചന വേണമെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റോറീസ് ഒക്കെയും അവൈലബിൾ ആയിരിക്കും, എല്ലാം അൺലോക്ക് ആയിരിക്കും. ബട്ട് അതുപോലെ തന്നെ ഒരു സ്റ്റോറിയിൽ ഒരു ബോണസ് പാർട്ട് ഉണ്ട് എങ്കിൽ ആ ബോണസ് പാർട്ട് നമുക്ക് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്ത നമുക്കത് ഓപ്പൺ ആയി കിട്ടില്ല. ബിക്കോസ് ആ ഒരു ബോണസ് പാർട്ട് വായിക്കുന്നതിന് നമ്മൾ കോയിൻസ് തന്നെ കൊടുക്കേണ്ടി വരും. അതും സാധാ ഒരു പാർട്ട് നമ്മൾ വായിക്കുമ്പോൾ 5 കോയിൻസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഒരു ബോണസ് പാർട്ടിന് നമ്മൾ 15 കോയിൻസ് ആണ് കൊടുക്കേണ്ടി വരുന്നത്. പക്ഷെ ആ കോയിൻസ് നമുക്കിപ്പോൾ ബോണസ് പാർട്ട് വായിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് വായിക്കുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് റീഡിംഗ് ചലഞ്ചിലൂടെ കോയിൻസ് കളക്ട് ചെയ്ത് വായിക്കാവുന്നതേ ഉള്ളൂ. സോ അത് ഓർത്ത് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ബാക്കിയുള്ള പാർട്സ് വായിക്കുന്നതിന് നമുക്ക് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്, നമ്മൾ കോയിൻസ് വെച്ച് വായിക്കുന്നതിനെക്കാട്ടി ഏറ്റവും നല്ല ഓപ്ഷൻ സബ്സ്ക്രിപ്ഷൻ തന്നെയാണ്. അത് ഞാൻ അടുത്ത് നമ്മൾ കോയിൻസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുപോലെ നമുക്ക് ഈ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ എത്ര സ്റ്റോറീസ് വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് വായിക്കാം. അതുപോലെ തന്നെ പുതിയ പുതിയ എപ്പിസോഡ്സ് വന്നു കഴിഞ്ഞാൽ അപ്പോഴപ്പോഴും നമുക്ക് വായിക്കാം. ഇപ്പം നമ്മൾ വായിക്കുന്ന സബ്സ്ക്രിപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്നൊരു സ്റ്റോറി അപ്ലോഡ് ചെയ്താൽ നമുക്ക് നെക്സ്റ്റ് ഡേ അത് വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും അത് വായിക്കാൻ. നമുക്ക് ആ ഒരു ക്യൂരിയോസിറ്റിയിൽ നമുക്കത് വായിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല. കാര്യം നെക്സ്റ്റ് ഡേ വരെ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അതുപോലെ തന്നെ അല്ലാതെ ആണെങ്കിൽ തന്നെ നമ്മളൊരു സ്റ്റോറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പം കോയിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ കൊടുത്ത് വായിക്കാം, നമ്മൾ ആ ഒരു സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഓരോ പാർട്ടും അൺലോക്ക് ആവുന്നതിന് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന് സബ്സ്ക്രിപ്ഷൻ ഇല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിരുന്ന് വായിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കോയിൻസ് കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ അതുപോലെ തന്നെ
പരസ്യങ്ങളില്ലാതെ നമുക്ക് സ്റ്റോറീസ് വായിക്കാം. പിന്നെ രചയിതാവിൻ്റെ പ്രൈവറ്റ് ചാറ്റ് റൂം ഞാൻ കാണിച്ചു തരാം. ചാറ്റ് റൂമിൽ കയറുന്നതിന് നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രചയിതാവിൻ്റെ ചാറ്റ് റൂമിൽ നമുക്ക് കയറാനും അതിൽ മെസ്സേജസ് ഇടാനും അല്ലെങ്കിൽ സ്റ്റോറിയുടെ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് അറിയാനൊക്കെ സാധിക്കുന്നത് ആ ഒരു ചാറ്റ് റൂമിൽ കയറുമ്പോഴായിരിക്കും. എല്ലാവരുടെയും ചാറ്റ് റൂമിൽ ഇപ്പം എല്ലാ ഡീറ്റെയിൽസും പറയണമെന്നില്ല എങ്കിൽ പോലും നമുക്കതിൽ കയറണം, നമ്മുടെ അഭിപ്രായങ്ങൾ പറയണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിൽ കയറാൻ പറ്റും. പിന്നെ ഈസി ആയിട്ടെന്നല്ല, സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ എല്ലാവർക്കും അത് അവൈലബിൾ ആണ്. നമുക്ക് ദാണ്ട് എൻ്റെ കോയിൻസ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ, ആ ഒരു ഓപ്ഷനിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ കോയിൻ ബാലൻസ്, താങ്കളുടെ ബാലൻസ് എന്ന് കാണുന്ന ഓപ്ഷൻ 0 ആണ്. എൻ്റെ കോയിൻസ് ഒക്കെ ഓൾറെഡി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. റീഡിംഗ് ചലഞ്ചിൽ നിന്ന് കിട്ടിയതൊക്കെ ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അവിടെ 0 ആണ്. പിന്നെ അതുപോലെ തന്നെ കോയിൻസിൻ്റെ പ്ലാനാണ് ഈ കാണുന്നത്. 20 കോയിൻസിന് 10, 100 കോയിൻസിന് 50, അങ്ങനെയാണ് ആ ഒരു കോയിൻസിന്റെ റേറ്റ് വരുന്നത്. അപ്പം ജസ്റ്റ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, 100 രൂപ കൊടുക്കുമ്പോൾ നമുക്ക് 200 കോയിൻസ് ആണ് കിട്ടുന്നത്. അപ്പം അതായത് 40 എപ്പിസോഡ്, 40 പാർട്ട്, ഒരു സ്റ്റോറിയുടെ 40 പാർട്ടാണ് നമുക്ക് 100 രൂപ വെച്ച് അൺലോക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം നമുക്ക് 100 രൂപ കൊടുത്ത് നമ്മളൊരു 200 കോയിൻസ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റോറിയുടെ വെറും 40 പാർട്സേ നമുക്ക് അതുകൊണ്ട് അൺലോക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അറ്റ് ദ സെയിം ടൈം നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ഒരു സ്റ്റോറി അല്ല, എത്ര സ്റ്റോറി വേണമെങ്കിലും നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് വായിക്കാൻ സാധിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, കോയിൻസ് നമ്മൾ വാങ്ങി ക്യാഷ് കളയുന്നതിനെക്കാട്ടി ബെറ്റർ ഓപ്ഷൻ സബ്സ്ക്രിപ്ഷൻ തന്നെയാണെന്ന്. പിന്നെ നമുക്ക് ബോണസ് പാർട്സ് വായിക്കുന്നതിന് റീഡിംഗ് ചലഞ്ച് എന്നൊരു ഓപ്ഷൻ കൂടിയുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന കോയിൻസ് നമുക്ക് റൈറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോയിൻസ് കിട്ടാനുള്ള മറ്റു ഓപ്ഷൻസ് എന്ന് പറയുന്നത് ആപ്പ് ഷെയർ ചെയ്യുന്നതിലൂടെ, അതുപോലെ തന്നെ റീഡിംഗ് ചലഞ്ച്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. റീഡിംഗ് ചലഞ്ച് ഇതൊക്കെയാണ് സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി ചാറ്റ് റൂം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫൈൽ പേജിൽ ഇത് നമുക്ക് ഗോൾഡൻ ബാഡ്ജ് ഉള്ള ഒരു രചയിതാവിന് ആണ് ചാറ്റ് റൂം ഒക്കെ ഉള്ളത്. ഈ ചാറ്റ് റൂമിലാണ് നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പ്രവേശനമുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ എൻ്റെ ചാറ്റ് റൂമാണ്. ഈ കാണുന്നതൊക്കെ മറ്റ് രചയിതാക്കളുടെ ഒക്കെ ചാറ്റ് റൂമാണ്. അവിടെ എല്ലാം റെഡ് കളറിൽ താഴെ സബ്സ്ക്രിപ്ഷൻ കാലാവധി കഴിഞ്ഞു എന്ന് കാണിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ ഈ സബ്സ്ക്രിപ്ഷൻ്റെ പ്ലാൻ കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ ചാറ്റ് റൂമിൽ ഒന്നും കയറാൻ സാധിക്കില്ല. പക്ഷെ എനിക്ക് സബ്സ്ക്രിപ്ഷൻ ഉണ്ട് എങ്കിൽ എനിക്കിതിൽ ഏത് ചാറ്റ് റൂമിൽ വേണമെങ്കിലും എനിക്ക് കയറാൻ സാധിക്കും. പിന്നെ എൻ്റെ പ്രൊഫൈലിൽ കാണുന്ന ആ ഒരു പ്രൊഫൈൽ പിക്കിന് ചുറ്റും കാണുന്ന ആ ഒരു ഗോൾഡൻ ലൈൻ വിത്ത് ആ ഒരു സിമ്പിൾ, അതാണ് ഗോൾഡൻ ബാഡ്ജ് എന്ന് പറയുന്നത്. ഗോൾഡൻ ബാഡ്ജ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ സ്റ്റോറീസ് ഒക്കെ പ്രീമിയത്തിൽ വരുള്ളൂ. അതിനാണ് എൻ്റെ ഈ സ്റ്റോറീസിന്റെ ഓരോന്നിന്റെ മുകളിലായിട്ട് കാണുന്ന ആ ഒരു ഡയമണ്ട് ഷേപ്പിൽ കാണുന്ന ആ ഒരു സൈൻ സൂചിപ്പിക്കുന്നത് ഇതൊക്കെയും പ്രീമിയം സ്റ്റോറീസ് ആണെന്നാണ്. അപ്പം നമ്മുടെ സ്റ്റോറീസ് ഒക്കെ പ്രീമിയത്തിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഗോൾഡൻ ബാഡ്ജ് കിട്ടണം. ഗോൾഡൻ ബാഡ്ജ് കിട്ടണമെങ്കിൽ നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ പാലിച്ചിരിക്കണം. അതായത് പ്രതിലിപി പറയുന്ന കുറച്ച് കാര്യങ്ങൾക്ക് നമ്മൾ പാലിച്ചിരിക്കണം. എന്ന് വെച്ചാൽ നമുക്ക് 200 ഫോളോവേഴ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ 200 ഫോളോവേഴ്സ് കിട്ടിയ ഒരു മാസത്തിൽ തന്നെ നമ്മളൊരു 5 പാർട്ടെങ്കിലും, ഒന്നുകിൽ 5 സ്റ്റോറീസ് അല്ലെങ്കിൽ ഒരു സ്റ്റോറിയുടെ തന്നെ 5 പാർട്ടുകൾ നമ്മൾ പോസ്റ്റ് ചെയ്തിരിക്കണം. എങ്കിൽ നമുക്ക് ഗോൾഡൻ ബാഡ്ജ് കിട്ടും. ഗോൾഡൻ ബാഡ്ജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഴുതുന്ന നമ്മുടെ സ്റ്റോറീസ് എഴുതുമ്പോഴത്തേക്ക് 16ാമത്തെ പാർട്ട് മുതൽ, നമ്മുടെ ഒരു സ്റ്റോറിയുടെ 16ാമത്തെ പാർട്ട് മുതൽ പിന്നീട് അങ്ങോട്ട് ലോക്ക് ആയിരിക്കും. നമുക്കത് കിട്ടുന്നത് വരെ നമ്മുടെ സ്റ്റോറീസ് ഇപ്പം നമ്മൾ എത്ര പാർട്ട് എഴുതിയാലും അതൊക്കെയും ആർക്ക് വേണമെങ്കിലും കയറി വായിക്കാൻ പറ്റുന്ന രീതിയിൽ ഫ്രീ ആയിരിക്കും. പക്ഷെ നമുക്ക് ഗോൾഡൻ ബാഡ്ജ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റോറീസ് നമുക്ക് പ്രീമിയത്തിൽ ആഡ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 16ാമത്തെ പാർട്ട് മുതൽ നമ്മുടെ സ്റ്റോറി പ്രീമിയം സ്റ്റോറിയായി മാറും. ദെൻ അത് വായിക്കണമെങ്കിൽ, നമ്മുടെ ഈ ഒരു സ്റ്റോറിയുടെ ഒരു പാർട്ട് വായിക്കണമെന്നുണ്ടെങ്കിൽ വായിക്കുന്ന റീഡർ നമുക്ക് കോയിൻസ് അല്ലെങ്കിൽ അവർ കോയിൻസ് തരണം, അല്ലെങ്കിൽ അവർ സബ്സ്ക്രിപ്ഷൻ എടുത്തിരിക്കണം. അങ്ങനെയാണ് ഒരു എഴുത്തുകാരന് പ്രതിലിപിയിൽ നിന്നും ക്യാഷ് കിട്ടുന്നത്. അപ്പം 200 ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഒരു 5 സ്റ്റോറി പാർട്സ് എന്ന് പറയുന്നത് മറ്റ് ആപ്പുകളിലൊക്കെ ഉള്ള റൂൾസ് വെച്ചിട്ട് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരുപാട് സിമ്പിൾ അല്ലെങ്കിലും മറ്റുള്ള ആപ്സ് അപേക്ഷിച്ച് കുറച്ചും കൂടെ ബെറ്റർ ആണ്. ബാക്കി ഡീറ്റെയിൽസുമായി നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത് വരെ പുനർജനി സൈനിങ് ഓഫ്.